കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കല്യാണം നീ വീണ്ടും എങ്ങനെ നടത്തും? ഒരാളുടെ കഴുത്തിൽ താലി കെട്ടാനുണ്ട്, മറ്റൊരാളുടെ കഴുത്തിൽ പണ്ടേ താലി കെട്ടിയതാ. ഭാവി പറയുന്ന ആ സ്ത്രീ താലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിപ്പോ ആരും കാണില്ലായിരുന്നു. ഇനിയിപ്പോ അവന് അതിനെന്ത് മറുപടി കൊടുക്കൂ എന്തോ. ഇനി ഇവിടുത്തെ അമ്മയുടെ തീരുമാനം എന്താകൂ എന്തോ. ആവനി ഒരു വഞ്ചകയായിരുന്നോ? ഇത്രയും നാള് കഴുത്തില് താലി കൊണ്ട് നടന്ന് എന്തൊക്കെ നാടകമാ കളിച്ചത്. ഭാവി പറയുന്ന അമ്മ എന്തായാലും സത്യം പുറത്തു പറഞ്ഞത് നന്നായി. ഇല്ലെങ്കി വീണ്ടും വീണ്ടും ഇവള് നമ്മളെയെല്ലാം ഫൂളാക്കിയേനെ. ഒരു പാമ്പിനെ അമ്മമ്മേ നമ്മൾ വീട്ടിൽ വളർത്തിയത്. ഇനിയെങ്കിലും നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. താലിയുടെ കാര്യത്തില് നമ്മള് ചെറിയ ശ്രമമൊന്നുമല്ല നടത്തിയത്. ഇപ്പൊ എന്തായാലും സത്യം അറിഞ്ഞല്ലോ. മനസ്സിൽ ഇത്രയും കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ദേവിയുടെ മുൻപിൽ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലെ നടന്നാൽ ദേവി പിന്നെ നോക്കി നിൽക്കുവോ? അതുകൊണ്ടാ ഇന്ന് ആ മഹാകാളി അമ്മ തന്നെ നിന്റെ ചതി പുറത്തു പറഞ്ഞത്. സത്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് മാത്രം അത് ചതിയാണെന്ന് പറയരുത്. കാരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിന്റെ കാരണക്കാരൻ ആരാണെന്ന് മര്യാദയ്ക്ക് പറയുന്നതാ നല്ലത്. ഇപ്പോഴെങ്കിലും സത്യം പറയുമോളെ, നിന്നെ താലി കെട്ടിയത് ആരാണ്? ആരാ നിന്റെ ഭർത്താവ്? നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയാതെ നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നേ? അമ്മേ, എന്ത് കാര്യമാണെങ്കിലും നേരിട്ട് അത് സൂചിപ്പിക്കാനുള്ള ധൈര്യമുള്ള ആവനി താലിയുടെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സില് എന്തെങ്കിലും വിഷമം ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പൊ നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കണോ അത്? സമയമാകുമ്പോ അവളായിട്ട് പറഞ്ഞോളൂ അത്. സമയമായതുകൊണ്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. അവള് മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടല്ല അച്ഛാ അവള് പിന്നെ. നീ ഒരു അക്ഷരം വേണ്ടി പോവരുത് നിഹാരിക. അതല്ല, അവനിയുടെ താലിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നീ എപ്പോഴും എന്തിനെങ്ങനെ പേടിച്ചോണ്ട് നിൽക്കുന്നത്? എനിക്ക് ഈ സംശയം പണ്ട് മുതലേ ഉണ്ട്. എനിക്കതിന് പേടിയൊന്നുമില്ലല്ലോ. എന്നാ നീ ഇനി ഒന്നും മിണ്ടരുത്. നീ പറ അവനി, ഈ താലി കെട്ടിയത് ആരാണ്? അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും കല്യാണം കഴിച്ച് വഞ്ചിച്ചതാണോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അയാൾ ആരാണെന്ന് പറയേ, ഞങ്ങൾ പോയി സംസാരിക്കാം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. അയാൾ ആരാണ്? അയാളുടെ പേരെന്താ? അയാളുടെ വീട് എവിടെയാ? എന്തെങ്കിലും ഒന്ന് പറ. പറയാതെ മറ്റൊരു വഴിയും നിനക്കില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചാ അവൾ എങ്ങനെ പറയാതിരിക്കുന്നെ? ശ്രീകരനെ കുറിച്ച് ഇപ്പൊ അവള് പറയും. ഇങ്ങനെ ചോദിച്ചാലൊന്നും നീ പറയില്ല. ഞങ്ങളുടെ കുലദൈവമായ അന്നപൂർണ ദേവിയോട് നിനക്ക് ഭയഭക്തി ബഹുമാനം ഉള്ളതല്ലേ? ഈ അമ്മയെ സാക്ഷി നിർത്തി സത്യം പറ. അമ്മയുടെ മുമ്പിൽ വെച്ച് നീ സത്യം പറഞ്ഞില്ലെങ്കില് പിന്നെ തീരുമാനിക്കുന്നത് അമ്മയാ, 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 അമ്മയാ. ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇവളിപ്പോ എല്ലാം പറയും. പറയാൻ 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 ഈ ചെറിയൊരു കാര്യത്തിന് അമ്മയുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യുന്ന എന്തിനാ? നീ ഇതിലൊന്നും പറയണ്ട. നീ ആരെയെങ്കിലും കല്യാണം കഴിച്ചതാണോ? അതല്ലെങ്കിൽ നീ ആരുടെയെങ്കിലും
അമ്മേ, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ നോക്കിക്കോ, നിന്നേക്കാൾ അധികം ദേഷ്യമായിരിക്കും എനിക്ക് വരുന്നത്. ഭർത്താവില്ലാത്തവളുടെ കഴുത്തില് താലി കണ്ടെന്ന് പറഞ്ഞാ നാളെ നാട്ടുകാർ മുഴുവൻ ഇനി പല കഥകളും പറഞ്ഞുണ്ടാക്കും. ആദ്യം നീ ഭർത്താവ് ആരാണെന്ന് പറ. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ശ്രീകരേട്ടനാ. എന്നെ പ്രേമിച്ച എന്റെ ഏട്ടൻ തന്നെയാ എന്നെ കല്യാണം കഴിച്ചതും. ശ്രീകരേട്ടനെ എന്റെ ഭർത്താവ്. പൊച്ചക്കള്ളം. അമ്മയുടെ മേൽ സത്യം ചെയ്ത് പറയാ ഞാൻ. ഇത് സത്യം, സത്യം, സത്യം. അവന് കള്ളം പറയുന്നതാണമ്മേ. സത്യം പറയാനാ പറഞ്ഞത്. സത്യം തന്നെയാ പറഞ്ഞത്. അത് കള്ളമാകുന്നത് എങ്ങനെയാ? ശ്രീകർ അങ്ങനെ ചെയ്യില്ല മോളെ. ശ്രീകറിന് ഈ വീട്ടിലേക്ക് വരേണ്ട മരുമകളുടെ ജാതകത്തെ കുറിച്ച് അറിയാം മോളെ. ശരിയായിരിക്കും അച്ഛാ. പക്ഷേ ആ അവസ്ഥയിൽ ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. എന്തിനാ ഈ പുതിയ ഡ്രാമ? അപ്പോ എങ്ങനെയെങ്കിലും ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി നീ ഒരു അവസരം കാത്തു നിൽക്കുമായിരുന്നല്ലേ? ഈ നിഹാരിക വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടുത്തെ മരുമകളാ. ഏട്ടൻ ഇത് പറയാൻ ധൈര്യം കാണിച്ചില്ല. അമ്മേ, ഇതൊന്നും വിശ്വസിക്കാൻ വയ്യല്ലോ. അവനെ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാ പോരെ? ശ്രീകർ, 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 വേഗം ഇങ്ങോട്ട് വാ. ഇനിയിപ്പോ ശ്രീകരേട്ടൻ എന്തായിരിക്കോ പറയാൻ പോകുന്നത്? അമ്പലത്തിലെ ചെണ്ടമേളങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത തലവേദനയായി. അതുകൊണ്ട് മരുന്ന് പുരട്ടിയിട്ട് കിടക്കുകയായിരുന്നു അമ്മേ. എന്തിനാച്ചാ വിളിച്ചേ? ആവനിയുടെ കഴുത്തിലെ താലിയെ കുറിച്ച് സംസാരിക്കണം. ആ, അത് ശരിയാ. അമ്പലത്തിൽ വെച്ച് ആവനിയുടെ കഴുത്തിൽ താലി കണ്ടതല്ലേ? ആരാ കെട്ടിയതെന്ന് ചോദിച്ചോ? ആരുടെയെങ്കിലും പേരവള് പറഞ്ഞോ? ആവനിയുടെ കഴുത്തിൽ താലി കെട്ടിയതും കല്യാണം കഴിച്ചതും നീയാണെന്നാ പറയുന്നേ. വാട്ട്? അതേടാ, അപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നീ ആ കല്യാണം കഴിച്ചതെന്നാ പറഞ്ഞത്. ഇത് സത്യമാണോ അല്ലയോ? എങ്ങനെ സത്യവന ഏട്ടാ? അത് സത്യമല്ല. ഏട്ടാ, നിങ്ങൾ കഴിഞ്ഞതെല്ലാം മറന്നു പോയതുകൊണ്ടാ കള്ളമാണെന്ന് പറയുന്നേ. ചെന്നൈയിൽ വെച്ച് കല്യാണം കഴിഞ്ഞതാ ഏട്ടാ. ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞെന്നോ? അതിന് ഞാനെപ്പോഴാ ചെന്നൈയിൽ പോയത്? നിങ്ങൾ കമ്പനി ആവശ്യത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോവാറുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിനിടെ സംഭവിച്ചതാ. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കേട്ടാ. കള്ളമാണിത്. നീ പറയുന്നതൊക്കെ പച്ച കള്ളവാ. ഞാൻ നിന്നെ താലി കെട്ടിയിട്ടുമില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല. ഏട്ടാ, ഏട്ടാ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്ക, നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കല്യാണക്കാരും വീട്ടിലെല്ലാവരോടും പറയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അമ്മയുടെ ആരോഗ്യത്തെ കുറിച്ച് അപ്പോഴൊക്കെ ആലോചിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല അവനി. അഗ്നിസാക്ഷിയായി ഞാൻ സത്യം ചെയ്ത് പറയുവാ. നാളെ ഗുരുവിന്റെ സമക്ഷത്തില് എല്ലാവരും ഉള്ളപ്പോ നമ്മുടെ കല്യാണക്കാരി ഞാൻ പറയും. എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ ഞാൻ തന്നെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോവും. എന്താ അവനീത്?
ഇനി എത്ര പേരെ ഇങ്ങനെ വഞ്ചിക്കാമെന്നാ നീ വിചാരിക്കുന്നേ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ആവനിയായിട്ട് ഒരു താലി കഴുത്തിലിട്ടിട്ട് ശ്രീകരേട്ടനെ ഏത് വിധത്തിലും സ്വന്തമാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. ദാരിദ്ര്യം സഹിച്ച് ജീവിക്കാൻ പറ്റാതെ വലിയവന്റെ വീട്ടിൽ മരുമകളാകാനുള്ള പണിയാ. അല്ലെങ്കിൽ പണ്ടെപ്പോഴും നമ്മുടെ കുടുംബം കാരണം അവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട പക കൊണ്ട് നമ്മുടെ വീട് നശിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഇവള്. അമ്മോ എന്റെ ദൈവമേ, വലിയ വലിയ പ്ലാനുമായിട്ട് വന്നേക്കുവാണല്ലോ. ഏട്ടാ, എനിക്ക് നിങ്ങൾക്കിടയിലും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനൊരു വഞ്ചികയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചേച്ചി, നിങ്ങളുടെ ഈ മകളെ ഈ ശ്രീകരേട്ടന്റെ ഭാര്യയാക്കണമെന്ന് കരുതിയതല്ലേ? പക്ഷെ ദൈവം ഞങ്ങളെ രണ്ടുപേരും ചേർത്ത് വെച്ചു. അതും എന്റെ തെറ്റാണോ? ചേച്ചി, ഞാൻ ഈ വീട്ടിലെ രണ്ടാമത്തെ മരുമകളാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അധികാരം കൈക്കലാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. മൂത്ത മകൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാവരുതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. വലിയേട്ടാ, ഒരിക്കൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയാക്കി എന്നെ പരിചയപ്പെടുത്തി. അന്ന് ഞാൻ എന്റെ ശ്രീകരേട്ടന്റെ ഭാര്യയായിരുന്നു. അന്ന് ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാവ്യ, അന്ന് പെണ്ണ് കടലിൽ വെച്ച് നീ രക്ഷപ്പെട്ടപ്പോ നിന്റെ സ്ഥാനത്ത് ഞാനാ വന്നിരുന്നത്. അപ്പോഴും ഞാൻ ശ്രീകരേട്ടന്റെ ഭാര്യയായിരുന്നു. അന്ന് ഞാൻ അവിടെ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. നിഹാരിക, ഞാൻ നിന്റെ താലി ആഗ്രഹിച്ചിട്ടില്ല, നിന്നെ കെട്ടാൻ പോകുന്ന ആളെയും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ ഭർത്താവിനെ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിയുന്നത് നിനക്കാ. ഇപ്പൊ നീയും കൂടി ഒരു കള്ളം പറഞ്ഞ എന്റെ അവസ്ഥ എന്താവും? ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അനിയത്തിയോട് ചോദിക്കുക, നിന്നോട് അപേക്ഷിക്കുക. സത്യം പറ. എന്നോട് ചോദിക്കുന്ന എന്തിനാ? ദിസ് ഇസ് ടു മച്ച്. അമ്മേ, ഇവിടുത്തെ അമ്മയ്ക്ക് വേണ്ടി പ്രാണം വരെ സമർപ്പിച്ചോളായി ഞാൻ. ആ അമ്മയുടെ മേൽ സത്യം ചെയ്ത ശേഷം ഞാൻ കള്ളം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അമ്മാവ, നിങ്ങളെങ്കിലും വിശ്വസിക്ക്. നീ പറയുന്ന ഒരു കാര്യവും വിശ്വാസയോഗ്യമല്ല. എങ്ങനെ വിശ്വസിക്കും? അനന്തരവളല്ലേ എന്ന് കരുതി വീട്ടിൽ നിർത്തിയതിന് കിട്ടിയ സമ്മാനമാണല്ലേ ഇതെല്ലാം. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ എന്റെ മകനെ മുന്നിൽ നിർത്തിയിട്ട് നിന്റെ കല്യാണ കഥ സത്യമാക്കാൻ വേണ്ടി നീ കെട്ടിച്ചമച്ച കഥയൊന്നും ഇവിടെ ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. നീ ഇപ്പൊ ഈ ചെയ്തത് വലിയ വലിയ തെറ്റാവനി. ഇനി ഇങ്ങനെ ഒരാളെ നമ്മളുടെ വീട്ടിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഈ ചതി ഞാൻ ഇനിയും നോക്കി നിൽക്കില്ല. നീ കാണിച്ച വിശ്വാസ വഞ്ചന ഞാൻ സഹിക്കില്ല. ഇറങ്ങിപ്പോ. നീ എന്റെ വീട്ടിലുണ്ടെങ്കില് നടക്കാൻ പോകുന്ന എന്റെ മകന്റെ കല്യാണത്തിന് അതൊരു തടസ്സമായി തീരും. പോവാൻ നോക്ക്. കാവ്യ, അമ്മമ്മേ, അവന്റെ ലഗേജ് എടുത്തോണ്ട് വാ. ശരി അമ്മമ്മേ. നിഹാരിക, അമ്മേ, ആ വികാസിനെ ഇനി നമുക്ക് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ അവനിയെ ഞാൻ ഈ വീട്ടിൽ ഇനി നിർത്തില്ല. നിന്റെ കല്യാണം ഞാൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തിത്തരും. അമ്മ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അമ്മേ,
അബദ്ധമൊന്നും കാണിക്കരുത്. ഇതിനു മുമ്പ് മുക്കുത്തി കാണാതായ കാര്യം വന്നപ്പോഴും നിങ്ങൾ എന്നെ സംശയിച്ചു. ഇപ്പോഴും നിങ്ങൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിട്ട് സത്യം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നീ ഇനി ഒന്നും പറയണ്ട. ഞങ്ങള് ചെയ്യുന്നതൊന്നും അബദ്ധമാണെന്ന് നീ ഇനി കരുതണ്ട. ഇനി നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. പോവാൻ നോക്കാവനി. ഏട്ടാ, നമ്മുടെ കല്യാണത്തെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കേട്ടാ. പ്ലീസ് പ്ലീസ് ഏട്ടാ, ഒന്ന് ഓർത്ത് നോക്ക്. നീ ഇപ്പൊ ഈ പറയുന്ന കള്ളങ്ങൾ കേട്ട് ഇവിടെ നിന്ന് നീ കരഞ്ഞ് കാണിക്കുന്നത് കണ്ട് എനിക്ക് ഉറപ്പാ തോന്നുന്നത്. ഇവിടുന്ന് പോ അവനി. ഏട്ടാ, ഒരുപാട് വിശ്വസിക്കുന്നവരാവും ചതിക്കുക എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും. ഞാൻ മൊത്തത്തിൽ പെട്ടുപോകുന്ന കരുതിയത്. പക്ഷേ ഇതിപ്പോ എനിക്കല്ലേ ഉപകാരപ്പെട്ടത്. ആവനി വന്നതിന് ശേഷം അവക്ക് നിന്റെ റൂം കൊടുത്തെന്ന് പറഞ്ഞ് എപ്പോഴും വിഷമമായിരുന്നില്ലേ നിനക്ക്? ഇനി ആവനി ആ റൂമിലേക്ക് വരില്ല. നിന്റെ ലഗേജ് ഒക്കെ വേണമെങ്കിൽ ആ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തോ. നിന്റെ ഒരു